ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടും അതുപോലെ ക്രിസ്പി ആയിട്ട് ഉണ്ടാക്കാവുന്ന ഒരു കായ ബജിയുടെയും അതിൻ്റെ കൂടെ കഴിക്കാവുന്ന നല്ലൊരു ചമ്മന്തിയുടെയും റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. നമ്മൾ പുറത്ത് കടയിൽ നിന്നൊക്കെ കഴിക്കുന്ന ബജിയുടെയും ചമ്മന്തിയുടെയും അതേ ടേസ്റ്റിലൊക്കെ ഉണ്ടാക്കാവുന്ന നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ ബജിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലുള്ള പച്ചക്കായ എടുത്തിട്ടുണ്ട്. 3 കായ എടുത്തിട്ടുണ്ട്, പക്ഷെ നമ്മൾ 2 കായ്ക്കുള്ള റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ ആദ്യം കായ നന്നായിട്ട് കഴുകിയതിന് ശേഷം അതിൻ്റെ മേലുള്ള വെള്ളമൊക്കെ നല്ലോണം തുടച്ച് മാറ്റിയിട്ട് കായയുടെ 2 അറ്റും അതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. അതിന് ശേഷം പിന്നെ നമ്മളിത് സ്ലൈസ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. നമ്മൾ കായയുടെ തൊലിയൊന്നും കളഞ്ഞിട്ടില്ല, അങ്ങനെ തന്നെ സ്ലൈസ് ചെയ്തെടുക്കുകയാണ്. തൊലി താല്പര്യമില്ലെങ്കിൽ അത് കളഞ്ഞതിന് ശേഷം ചെയ്തെടുത്താൽ മതി. അപ്പോൾ സ്ലൈസർ കയ്യിലുണ്ടെങ്കിൽ അതിൽ ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ അതുപോലെ കത്തി വെച്ചിട്ട് തന്നെയാണ് സ്ലൈസ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിങ്ങനെ ചെയ്യുമ്പോൾ എത്രത്തോളം കനം കുറച്ചിട്ട് ചെയ്യാൻ പറ്റും അത്രയും കനം കുറച്ചിട്ട് വേണം ചെയ്യാൻ. അപ്പോഴാണ് നമുക്കത് വറുത്തെടുക്കുമ്പോൾ പെട്ടെന്ന് അത് കുക്കായി കിട്ടുള്ളൂ. അതുപോലെ കഴിക്കാനും അതെ, അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഇപ്പോൾ കായ നമ്മൾ അതുപോലെ സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു കനത്തിലൊക്കെയാണ് ഉള്ളത്. പറ്റാവുന്ന രീതിയിൽ കനം കുറച്ചിട്ട് തന്നെ ചെയ്തെടുക്കാം. അതിന് ശേഷം ഇനി നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള ബാറ്റർ റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 കപ്പ് കടലമാവാണ് എടുത്തിട്ടുള്ളത്. അതിനുശേഷം ബജിക്ക് നല്ലൊരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1/4 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇടിയപ്പത്തിനും പത്തിരിക്കൊക്കെ വേണ്ടി എടുക്കണ നൈസായിട്ടുള്ള അരിപ്പൊടി. പിന്നെ അതിലേക്ക് നമുക്ക് മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ആദ്യം നമ്മളൊരു 1/2 ടീസ്പൂൺ സാധാരണ നല്ല എരിവുള്ള മുളക് പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ ബജിക്ക് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ കൂടെ ഒരു 1/2 ടീസ്പൂൺ തന്നെ കാശ്മീരി മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം പിന്നെ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി ചേർത്തിട്ടുണ്ട്. പെരിഞ്ജീരകം ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും. നമ്മൾ ശരിക്കും പുറത്തുനിന്നൊക്കെ കഴിക്കുന്ന ബജിയുടെ ആ ഒരു ടേസ്റ്റ് കിട്ടും. അതിനുശേഷം പിന്നെ ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി. ബജ്ജിയുടെ ആ കറക്റ്റായിട്ടുള്ള ടേസ്റ്റ് കിട്ടുക കായപ്പൊടി ചേർക്കുമ്പോഴാണ്. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. അതിനുശേഷം പിന്നെ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുത്തിട്ട് അതെല്ലാം കൂടിയിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ബേക്കിംഗ് സോഡ ഇല്ലാതെയും ചെയ്തെടുക്കാം, പക്ഷെ അത് ചേർക്കുമ്പോഴാണ് നമ്മളത് വറക്കുമ്പോൾ അത് നന്നായിട്ടൊന്ന് വീർത്ത് നല്ലൊരു ടെക്സ്ചറിൽ കിട്ടുക. ഇപ്പോൾ പൊടികളെല്ലാം കൂട്ടിയിട്ട് നമ്മളിതുപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഇതുപോലെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് മാവ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ബജ്ജിയുടെ മാവിൻ്റെ പരുവം എന്ന് പറയുമ്പോൾ അത് ഒരുപാട് അങ്ങോട്ട് കട്ടിയാവാനും പാടില്ല, എന്നാൽ ഒരുപാട് ലൂസാവാനും പാടില്ല. നമ്മുടെ ഇഡ്ഡലി മാവിൻ്റെയൊക്കെ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം ചെയ്തെടുക്കാൻ. അപ്പോൾ വെള്ളം കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഈ ഒരു പരുവത്തിൽ വേണം ചെയ്തെടുക്കാൻ. കണ്ടില്ലേ, ഇതുപോലെ ഒരുപാട് ലൂസാവാതെ കുറച്ചൊന്ന് കട്ടിയായിട്ടുള്ള രീതിയിൽ വേണം ചെയ്യാൻ. അപ്പോൾ ഏകദേശം ഒരു 1/4 കപ്പിനും 1 കപ്പിനൊക്കെ ഇടയിൽ വെള്ളം വേണ്ടി വരും. എന്നിട്ട് ഇതുപോലെ ചെയ്തെടുത്താൽ മതി. ഇനി ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ട, നമുക്കിത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കായയുടെ കഷ്ണങ്ങളിൽ ആ മാവ് ഇതുപോലെ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുള്ള എണ്ണയിൽ ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അത് ഫ്രൈ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എണ്ണയ്ക്ക് നന്നായിട്ട് ചൂടുണ്ടാവണം. അപ്പോഴാണ് അത് മേലേക്ക് ഇതുപോലെ നന്നായിട്ട് പൊങ്ങി വരുള്ളൂ. ഇത് പച്ചക്കായാണല്ലോ, അപ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടണമെങ്കിൽ എണ്ണയ്ക്ക് നല്ല ചൂട് വേണം. എല്ലാം ഇതുപോലെ നന്നായിട്ട് പൊങ്ങി വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വയ്ക്കാം, മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം. അതിനുശേഷം പിന്നെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ലൊരു കളറാവുന്ന വരെ ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഒരുപാട് അങ്ങോട്ട് കളറ് മാറാനായിട്ട് വെയിറ്റ് ചെയ്യാതിരിക്കാൻ നല്ലത്. വറുത്തെടുത്ത് കഴിഞ്ഞാലും അതിൻ്റെ കളർ എന്തായാലും കുറച്ചും കൂടിയൊക്കെ ഒന്ന് ഡാർക്കായി വരും. പിന്നെ വറക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരുപാട് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വറക്കരുത്, ഇതിൽ നന്നായിട്ട് എണ്ണ കുടിക്കും. ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ വറുത്തെടുത്താൽ മതി. അത് ഒരുപാട് സമയമൊന്നും എടുക്കില്ല. ആ കായൊക്കെ നമ്മൾ കനം കുറച്ചിട്ട് കട്ട് ചെയ്തെടുത്തോണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അതിനുശേഷം പിന്നെ എണ്ണയിൽ നിന്ന് എടുക്കുന്ന സമയത്ത് ഫ്ലെയിം നല്ലോണം കൂട്ടി വെച്ചിട്ട് എടുത്താൽ മതി. കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ചൂടോട് കൂടി ഇരിക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവും കഴിക്കാൻ. ബാക്കിയുള്ളതും അതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഇനി അതിൻ്റെ കൂടെ കഴിക്കാനുള്ള ചട്നിക്ക് വേണ്ടിയിട്ട് നമ്മൾ മീഡിയം വലുപ്പത്തിലുള്ള ഒരു സവാള അതുപോലെ ഒന്ന് കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. അതൊരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ തക്കാളിയുടെ പകുതി ഭാഗം അതൊന്ന് കഷ്ണങ്ങളാക്കിയിട്ട് അതും ചേർക്കാം. അതിന് ശേഷം 1 ടീസ്പൂൺ സാധാരണ എരിവുള്ള മുളക് പൊടിയും പിന്നെ കളറിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ തന്നെ കാശ്മീരി മുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. അപ്പോൾ മുളക് പൊടിയുടെ അളവൊക്കെ നമ്മുടെ എരിവിനനുസരിച്ച് ചേർക്കുക. അത്യാവശ്യം സ്പൈസി ആയിട്ടാകുമ്പോൾ തന്നെയാണ് ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ അതിൻ്റെ കൂടെ 1 ടീസ്പൂൺ പഞ്ചസാര ചേർക്കാം. അതിന് ശേഷം പിന്നെ വിനാഗിരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പുളി നോക്കിയിട്ട് ആവശ്യത്തിനനുസരിച്ച് ചേർക്കാം. നമ്മളിവിടെ ഏകദേശം ഒരു 2 ടീസ്പൂൺ വിനാഗിരി ചേർത്തിട്ടുണ്ട്. അതിനുശേഷം അവസാനമായിട്ട് 1 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. അതുപോലെ നല്ല ഫൈനായിട്ട് തന്നെ വേണം അരച്ചെടുക്കാൻ. അത്യാവശ്യം എരിവും പുളി അതുപോലെ ചെറുതായിട്ടൊരു മധുരമൊക്കെ ഉള്ളതുകൊണ്ട് സവാളയുടെയും തക്കാളിയുടെയും ആ പച്ച ടേസ്റ്റൊന്നും അറിയാൻ പറ്റില്ല. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചട്നിയാണ്. ശരിക്കും കടയിൽ നിന്ന് കിട്ടുന്ന ചട്നിയുടെ ആ ഒരു ടേസ്റ്റൊക്കെ തന്നെയാണ്.
ബജ്ജി ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചൂടോട് കൂടി തന്നെ ഈ ചട്നിയുടെ കൂടെ കഴിക്കണം. അപ്പോൾ ഈ കായ ബജ്ജിയും ചമ്മന്തിയും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഈ രീതിയിൽ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ആ ഫീഡ്ബാക്സും മറക്കാതെ അറിയിക്കുക. പിന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് ഇനി വീണ്ടും കാണാം. താങ്ക്